ഒരു ദിവസം ഒരു കഴുതയ്ക്ക് കാട്ടുപാതയിൽ വെച്ച് ഒരു സിംഹത്തോൽ കളഞ്ഞു കിട്ടി. അവൻ അതെടുത്ത് ധരിച്ചപ്പോൾ അവന് സിംഹത്തെ പോലെ തോന്നി. അവന് വളരെയധികം സന്തോഷമുണ്ടായി. അവൻ അഹങ്കാരത്തോടെ കാട്ടിനുള്ളിൽ നടക്കാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ ഒരു മാൻ അവനെ കണ്ട് ഓടി രക്ഷപ്പെടുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഒരു കുറുക്കൻ അവന്റെ കാൽക്കൽ വീണ് ജീവന് വേണ്ടി യാചിച്ചു. ഇതു കണ്ട കഴുതയ്ക്ക് അതിയായ സന്തോഷമുണ്ടായി. അവൻ മനസ്സിൽ കരുതി, ഇപ്പോൾ ഈ കാട്ടിലെ മിക്ക മൃഗങ്ങളും എന്നെ പേടിക്കുന്നു. ഇനി കാടൊന്നാകെ ഭയന്നു വിറയ്ക്കണം. അതിനുവേണ്ടി സിംഹത്തെ പോലെ ഗർജിക്കണം. അങ്ങനെ സിംഹഗർജനത്തിനായി വായ തുറന്ന കഴുത ഉറക്കെ ഗർജിക്കാൻ ശ്രമിച്ചപ്പോഴും കഴുതക്കരച്ചിൽ മാത്രമാണ് പുറത്തേക്ക് വന്നത്. സിംഹത്തിന്റെ രൂപത്തിൽ കഴുതയുടെ ശബ്ദം കേട്ട് കാട്ടിലെ മൃഗങ്ങളെല്ലാം അമ്പരന്നു. അവർ പറഞ്ഞു, അയ്യേ, ഇവനൊരു വെറും കഴുതയായിരുന്നു. സിംഹത്തോൽ ധരിച്ച് ഇവൻ നമ്മളെ വഞ്ചിക്കുകയായിരുന്നു. അതിനുശേഷം ആ മൃഗങ്ങളെല്ലാം ചേർന്ന് കഴുതയുടെ സിംഹത്തോൽ അഴിച്ചുമാറ്റി. അവൻ വീണ്ടും സാധാരണ കഴുതയായി മാറി. ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ജീവിതത്തിൽ വിജയം വരിച്ച ഒരു വ്യക്തിയെ അനുകരിക്കുന്നതിലോ അയാളെപ്പോലെ വേഷം ധരിച്ചാലോ നമ്മൾ വിജയികളാകില്ല. വിജയിക്കണമെങ്കിൽ അവരെപ്പോലെ അർപ്പണബോധത്തോടെ കർമ്മം ചെയ്യുകയും രാപകലില്ലാതെ അധ്വാനിക്കുകയും വേണം. നമ്മുടെ വേഷമല്ല വിജയത്തെ നിർണ്ണയിക്കുന്നത്, പ്രവർത്തനമാണ് യഥാർത്ഥ വിജയത്തിൻ്റെ അടയാളം.